ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഗെയിം പ്ലേ ആണ്. അതായത് ഒരു പ്ലെയിൻ ക്രാഷായി കടൽക്കരയിൽ വീഴുന്നു. കടൽക്കര രണ്ടും കൂടി മുട്ടുന്നു, അവിടെ വീഴുന്നു, പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്നു. പിന്നെ അവിടെ ജീവിക്കുന്ന ഒരു ഇതെല്ലാം വെച്ച് ജീവിക്കുന്ന ഒരു ഇതാണ്. അവിടെ മനുഷ്യന്മാരുണ്ട്, അധികം വരുന്നത് സോംബീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം അതിനെല്ലാം തരണം ചെയ്ത് ജീവിക്കേണ്ട ഗെയിം പ്ലേ ആണ്. അപ്പം വീഡിയോ ഞാൻ കാണിച്ചു തരാം, അത് കണ്ടിട്ട് വേണമെങ്കിൽ പോയി ഡൗൺലോഡ് ആക്കാം. അപ്പം ഈ ഗെയിമിന്റെ പേരെല്ലാം ഇതിലുണ്ടാവും, ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി, കമന്റിൽ ഞാൻ ഇട്ടുതരാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സോംബീസാണ്. ഇത് ഇതേപോലെ ഏതോ പ്ലെയിൻ തട്ടിയിട്ട് ഇങ്ങനെ ആയിട്ട് അങ്ങനെ അതിൽ നിന്നെല്ലാം കുറേ കാലം അനങ്ങാണ്ട് നിന്നിട്ട് അങ്ങനെ ആയതെന്ന് അവർ ഇതിൽ കാണിക്കുന്നു. അപ്പം ആദ്യം ഇവരെല്ലാം അറ്റാക്ക് ചെയ്ത് കൊല്ലുക. അതിന് ശേഷം നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ ഇങ്ങനെ കെട്ടുക, അവസാനം ഓരോന്നുണ്ടാക്കുക. ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഫുഡും വെള്ളവും കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നം വരും. അപ്പം അതിനനുസരിച്ചുള്ള വാഴക്കൊലേൻ്റെ വാഴപ്പഴം തിന്നുക, തേങ്ങേൻ്റെ വെള്ളം ഉണ്ടാവും, അതെല്ലാം എടുത്ത് കുടിക്കുക. അങ്ങനെ സർവൈവ് ചെയ്യേണ്ട ഗെയിമാണത്. അങ്ങനെ സർവൈവ് ചെയ്ത് പോവുക. ഇതിലിപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരും എങ്ങനെയാണ് കളിക്കേണ്ടത്. ഇവിടെ പോവുക, അതിൽ ഏറോ മാർക്ക് കാണിക്കുന്നിടത്തേക്ക് നമ്മൾ നീങ്ങുക. അതിൽ പറയുന്നതെല്ലാം ആദ്യം ചെയ്യുക. ഇതിൽ പറഞ്ഞ് ഫുള്ള് അവർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഏകദേശം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലാന്ന് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം സ്റ്റെപ്പെല്ലാം കുറേ അങ്ങോട്ട് എത്തിച്ച് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഇത് സ്റ്റോപ്പാക്കാൻ തോന്നുന്നില്ല, അങ്ങനെ ഇൻട്രസ്റ്റ് ആയിക്കൊണ്ട് വരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരു ഗെയിമാണ്. ഇതിൽ ഷൂട്ടിങ്. ഈ ഷൂട്ടിങ് ഫുൾ ടൈം ഉണ്ടാവില്ല, അത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഓരോരോ സ്ഥലത്തെത്തുമ്പം ഓരോരോ സംഭവം തരും. പിന്നെ ഇങ്ങനത്തെ സോംബീസൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഷോക്ക്. അപ്പം ഇത് തൊടുമ്പോൾ പിന്നെ അവർക്ക് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ ഇങ്ങനെ വേലിയെല്ലാം കെട്ടിയിട്ടുള്ള ഒരു ഇതിലേക്കാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തിക്കും, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ടാസ്ക് ചെയ്യാൻ പറയും. ഇതേ കണക്കിങ്ങനെ ഓരോരാളെ കൊല്ല. അപ്പം ഇങ്ങനത്തെ സയൻറ്റിസ്റ്റ് കണക്കത്തെ ആൾക്കാരുടെ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇങ്ങനത്തെ അവരോടെല്ലാം സംസാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഫുള്ളൊന്ന് സ്കിപ്പാക്കുന്നുണ്ട്, ടൈം കുറേ എടുക്കും. അപ്പം അങ്ങനെ സംസാരിച്ചിട്ട് അവസാനം അവർ അയാളെ സയൻറ്റിസ്റ്റിൻ്റെ ഇന്ന സ്ഥലത്തേക്ക് പോയി അങ്ങനെ ഓരോരോ സംഭവം ചെയ്യുന്നതാണിത്. ചില ഇങ്ങനത്തെ റൂം കാര്യങ്ങളിൽ കയറാൻ വേണ്ടിയിട്ട് കോഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് അടിച്ചിട്ട് അങ്ങനെ തുറക്കുക. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് കളിക്കുന്ന സമയത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. കാരണം ഇപ്പം ഇതിൽ കണ്ട ഇപ്പം ഇങ്ങനെ കോഡ് അടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം വേറെ സോംബി ഉണ്ടാവും. ഇനി ഇഞ്ചക്ഷൻ വെച്ചിട്ട് നമ്മളെ ലൈഫ് കൂട്ടാൻ പറ്റും, അവരെ അടി കൊണ്ടിട്ട് നമ്മളെ ലൈഫ് കുറക്കാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്, ഒരു വെറൈറ്റി കളി. ഇതിൻ്റെ ഉള്ളിലത്തെ ലാസ്റ്റ് സോംബിയാണ്. അതായത് ഇതിപ്പം അയാൾ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കുന്ന ഒരു അറ്റാക്കാണ് ഇത്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ആളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും. നമ്മളെ ലൈഫെല്ലാം ഫുള്ള് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുമ്പേ ഇല്ലെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും ലൈഫ് കുറഞ്ഞിട്ട്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളെ ഈ സോംബിയും കൂടി ചത്തതോടെ നമ്മളെ ഈ ഗെയിം പ്ലേയുടെ എൻഡ് ആവുകയാണ്. അപ്പം ഗെയിമിൻ്റെ പേര് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ എവിടെയെങ്കിലായിട്ട് ആ പേര് കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.